കോഴിക്കോട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ബോംബ് ഭീഷണി. 3 RDS IED ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലഭിച്ച ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നത്. തൃശൂരിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. രണ്ടിടത്തും ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി. AK അഭിലാഷും ജേസൺ ചാമോളപ്പിലും ചേർന്നു. ആദ്യം AK അഭിലാഷിലേക്ക്. AK അഭിലാഷ്, എപ്പോഴാണ് ഈ സന്ദേശം എത്തിയത്? പരിശോധന പൂർത്തിയായോ? ശ്രുതി, ഇന്ന് പുലർച്ചെ ഏതാണ്ട് 3:23 കൂടിയാണ് വിക്രം മുഹമ്മദ് രാജ്ഗുരു എന്ന ആളുടെ മെയിൽ ഐഡിയിൽ നിന്ന് ഇത്ര ഒരു വ്യാജ സന്ദേശം ലഭ്യമായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് തമിഴ്നാട്ടിൽ നടപ്പിലാക്കേണ്ടുന്ന നായനാർ ദാസ് പോലീസ് യൂണിയൻ ശുപാർശകൾ നടപ്പിലാക്കണമെന്നൊരു ആവശ്യമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, പാകിസ്ഥാനിലും അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിലൊക്കെ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കാശ്മീരിലെ ഘടകമായ ISKP-യുടെയും അതോടൊപ്പം തന്നെ മുൻ LTT അംഗങ്ങളുടെയും പേരിലാണ് ഇത്തരത്തിലൊരു സന്ദേശം ലഭിച്ചത് എന്നാണ് ഇതിൽ പറയുന്നത്. ഈ മെയിൽ സന്ദേശത്തിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇതിൽ പ്രധാനമായും ഇത്തരത്തിലൊരു ആവശ്യമാണ് ഉന്നയിക്കുകയും അത് സംബന്ധിച്ച പരിശോധനകൾ ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എല്ലാ മേഖലകളിലും ഇത്തരത്തിൽ പരിശോധന ബോംബ് സ്ക്വാഡും അതോടൊപ്പം തന്നെ മറ്റ് പോലീസ് വിഭാഗങ്ങളും ചേർന്ന് നടത്തുകയാണ്. സംശയാസ്പദമായ ഒന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് പറയുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ മെയിൽ ID മാറി വന്നതാണോ എന്നുള്ള സംശയം കൂടി പോലീസിന്റെയും അധികൃതരുടെയും ഭാഗത്തൊക്കെ ഉയരുകയും ചെയ്യുന്നത്. കാരണം തമിഴ്നാട്ടിൽ നടപ്പിലാക്കേണ്ടുന്ന ഒരു പദ്ധതി, ഒരു ശുപാർശയെക്കുറിച്ച് എന്തിനാണ് കേരളത്തിലേക്ക് ഇത്തരത്തിലൊരു മെയിൽ സന്ദേശം അയച്ചത് എന്നുള്ള സംശയമാണ് ബലപ്പെടുകയും ചെയ്തത്. ഏതായാലും ഇതൊരു പൊതു അഭിപ്രായം ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം സന്ദേശം അയച്ചത് എന്നുള്ള സംശയമാണ് ഉയർന്നിരിക്കുന്നത്. നേരത്തെ കോഴിക്കോട് കലക്ട്രേറ്റിലും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ വ്യാജമായ തരത്തിൽ സന്ദേശം വന്നിരുന്നു. അന്നും വലിയ തരത്തിലുള്ള പരിശോധനകൾ നടത്തേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പരിശോധന അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. AK അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ജേസൺ ചാമോളപ്പിൽ കൂടിയുണ്ട്. ജേസൺ, ഒരുപാട് വ്യാജ സന്ദേശങ്ങൾ അടുത്തിടെയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനാണ് ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സന്ദേശത്തിലുള്ളത്? ഒപ്പം പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു? ശ്രുതി, ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് പലപ്പോഴും ഇവിടെ തൃശ്ശൂർക്ക് എത്താറുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യം ട്രിച്ചി തൃശ്ശൂർ എന്ന രീതിയിൽ തെറ്റിപ്പ് വരെ വന്നതാകാം എന്നതാണ് പ്രധാനമായും പോലീസ് കണക്കുകൂട്ടുന്നത്. 12:30യോടുകൂടി തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ബോംബ് പൊട്ടുമെന്നാണ് സന്ദേശത്തിലുണ്ടായിരുന്നത്. ഉടനെ തന്നെ പോലീസ് എത്തി, മറ്റ് ബോംബ് സ്ക്വാഡൊക്കെ എത്തി പരിശോധന പൂർത്തിയാക്കി അവർ മടങ്ങി. പൊട്ടിയില്ല, അത് വ്യാജ ബോംബ് ഭീഷണി എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് അതിനെ കാണുന്നത്. AK അഭിലാഷും ജേസൺ ചാമോളപ്പിലുമാണ് വിശദാംശങ്ങൾ നൽകിയത്.